നമുക്കിന്ന് ചിക്കൻ 65 ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ഈ പാത്രത്തിലോട്ട് ഇടുവാണ്. അത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു വലിയ സ്പൂൺ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ കൂടെ ചേർക്കാവുന്നതാണ്. ഈ മസാലയിലോട്ട് നമുക്കിനി 1/2 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വാരിയെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലില്ലാത്ത പീസാണ് എടുത്തിരിക്കുന്നത്. ഈ മസാല പുരട്ടിയ ചിക്കന് ഞാനിനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഈ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിനൊരു നമുക്കൊരു കോട്ടിങ് കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിലോട്ട് ഒഴിക്കുകയാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. നമ്മൾ ഈ മുട്ടയുടെ വെള്ളയും അരിപ്പൊടിയും ഇതിൽ ചേർക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പിനെസ് കിട്ടുകയും ചെയ്യും. ഈ കോട്ടിങ് അതിൽ നന്നായി പിടിച്ചിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങളൊന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങളിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എല്ലില്ലാത്ത കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അധികം മൂപ്പിക്കേണ്ട. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഹാർഡായി പോകും. ഇതിപ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ എരിവൊക്കെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിടണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ എണ്ണയിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കിയുള്ള ചിക്കൻ്റെ കഷ്ണങ്ങൾ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കിലോ ചിക്കൻ്റെ കഷ്ണങ്ങളും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു സോസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് റെഡ് ചില്ലി പേസ്റ്റാണ്. ഈ റെഡ് ചില്ലി പേസ്റ്റ് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ 65-ന് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കേണ്ട കാര്യവുമില്ല. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 4-5 പിരിയൻ മുളക് എടുത്തിട്ട് അതിൻ്റെ അരി കളഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാനൊരു 2 ടീസ്പൂണാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. 2 മുതൽ 3 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റി എണ്ണ തെളിയണം. ഇതിലോട്ട് ആവശ്യത്തിന് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ പിരിയമുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. അല്പം മല്ലിയിലയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് അല്പം കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്പം നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീര്.
അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കളറൊന്നും ചേർക്കാത്ത നല്ല ഹോട്ടലിൽ നമ്മൾ മേടിക്കുന്ന പോലെയുള്ള നല്ല ചിക്കൻ 65 ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഈ ചിക്കൻ 65യുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.